Hi everyone, welcome to another interesting video from Tiju's Academy. I am Indu Ablash. OET Speaking transition phrases എന്ന് കേട്ടിട്ടുണ്ടോ? Come let's learn more about that. Nurse-ന്റെ role play conversation-ൽ പേഷ്യന്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സിനാരിയോസിൽ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി എന്ന് പറയാറില്ലേ? നമുക്കതൊന്ന് മാറ്റിയാലോ? ട്രാൻസിഷൻ ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിലെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ റിലേഷൻഷിപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ, പോയിന്റിനെ എംഫസിസ് ചെയ്യാനോ, സിനാറിയോയിലുള്ള കോസ് ആൻഡ് എഫക്റ്റിനെ ഷോക്കേസ് ചെയ്യാനോ, ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്യാനുമായിട്ടാണ് ട്രാൻസിഷൻ ഫ്രേസസ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. നഴ്സിൻ്റെ റോൾ പ്ലേ കോൺവെർസേഷനിൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിൽ ടു ബിഗിൻ വിത്ത്, ഫർദർമോർ, ഇൻ അഡീഷൻ ടു ആൻഡ് ടു കൺക്ലൂഡ് വിത്ത് ഈ ട്രാൻസിഷൻ ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഗുഡ് മോർണിംഗ് മിസ്സസ് സ്മിത്ത്, മൈ നെയിം ഇസ് ജെയിൻ ആൻഡ് ഐ വിൽ ബി അസിസ്റ്റിംഗ് യു വിത്ത് യുവർ മെഡിക്കേഷൻ ടുഡേ. To begin with, I would like to review the medication schedule prescribed by your doctor. Could you please confirm the names and dosages of the medication you are currently taking? Furthermore, I will explain how much each medication should be taken. In addition to understanding the medication schedule, it's essential to be aware of any potential side effects. To conclude with, I will demonstrate the proper technique for administering each medication. So, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ഈ ട്രാൻസിഷൻ ഫ്രേസസ് യൂസ് ചെയ്യുന്നതിലൂടെ OET സ്പീക്കിംഗ് ബെറ്റർ ആക്കാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ഉറപ്പാണ് വിജയം.